ബിഗ് ബോസ് ലൈവിൽ അപ്പോൾ പൂജയും അർജുനും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൂജയ്ക്ക് അർജുൻ്റെ ക്യാരക്ടറൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ അർജുനോട് ചോദിക്കുന്നുണ്ട് നിന്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണോ എന്ന്. നിന്റെ കയ്യിൽ നിന്ന് പോകുന്നവർക്ക് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണോ എന്നുള്ള രീതിയിലാണ് പൂജ അർജുനോട് ചോദിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഞാൻ അല്ലാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് ഒരുപാട് റോങ് വേർഡ്സ് ഒക്കെ വരും, വളരെ ഡാർക്ക് ആവുന്ന അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ നീ വെൻഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിനക്ക് നിന്നെ ഇതാക്കാൻ പറ്റില്ല അല്ലേ, അതുകൊണ്ടാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലല്ലോ ഞാൻ അങ്ങനെ കുഴപ്പമില്ലല്ലോ, ഞാനിപ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് കണ്ടില്ലേ, അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ പിന്നെ നിനക്ക് വെൻഡ് ഔട്ട് ചെയ്താൽ എന്നാ കുഴപ്പമെന്നൊക്കെയാണ് പൂജ ചോദിക്കുന്നത്. ഇവർക്ക് അർജുനെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ നീയാണ് ഇവിടുത്തെ കലിപ്പനേട്ടൻ അല്ലേ എന്നൊക്കെ പൂജ പറയുന്നുണ്ട് അർജുനോട്. അപ്പൊ അർജുൻ പറയാം അല്ല ഞാനിവിടെ ചില്ലാണ് കൂളാണെന്നൊക്കെ. ഇവരുടെ സംസാരം കേട്ടോണ്ട് തന്നെ സായി പറയുന്നുണ്ട് എനിക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും ഞാൻ അത്രയ്ക്ക് എക്സ്ട്രീം ആണ് പറഞ്ഞു പോയാൽ എന്നൊക്കെ ഉള്ളത്. ഞാനും അത് എന്നെ ഒരുപാട് കൺട്രോൾ ചെയ്ത് നിർത്തുവാണെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെയൊന്നും അല്ലാന്നാലോ അപ്പൊ നിന്റെ അമ്മ പറഞ്ഞെന്നൊക്കെയാണ് പൂജ പറയുന്നത്. പൂജ അമ്മയുടെ ഇന്റർവ്യൂ കണ്ടതാണോ അമ്മയായിട്ട് മിണ്ടിയതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും വീട്ടിൽ നിന്ന് പോനേന്ന് ഞാൻ അച്ഛനായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് വന്നതെന്നൊക്കെ അർജുൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചിരുന്നു എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. ആവശ്യമുള്ളിടത്താണ് ഞാൻ പറയുന്നോളൊന്നും, ഞാൻ കുറേയൊക്കെ എന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ കൈവിട്ട് പോകുമെന്നുള്ള പേടിയൊന്നും ഇല്ല എന്നും അർജുൻ പറയുന്നുണ്ടായിരുന്നു പൂജയോടെ. പൂജ അപ്പോൾ കൂടുതലായിട്ട് അർജുനെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കിളി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൂജ അപ്പോൾ മാക്സിമം അർജുൻ്റെ നെഗറ്റീവ് ക്യാരക്ടർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തോ ആണ് ശ്രമിക്കുന്നത്. പൂജയും സിബിനും അതിനു വേണ്ടിയാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.